കോനിച്ചിവ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ജാപ്പനീസ് ഫ്രണ്ടിൻ്റെ കൂടെ ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കേരള ഫുഡ് കഴിക്കാനായിട്ട് ജാപ്പനീസ് ഫ്രണ്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. 2018 മുതലുള്ള ഞങ്ങളുടെ സൗഹൃദമാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഫുഡ് കഴിക്കാൻ ഇതുപോലെ പുറത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരള ഫുഡ് ആദ്യമായിട്ടാണ് പുള്ളി കഴിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ റോബിൻ ചേട്ടൻ്റെ കടയുടെ വീഡിയോ കണ്ടിട്ട് അതിലെ മെനു ഒക്കെ നോക്കി എന്താണ് കഴിക്കുന്നതെന്ന് ഉറപ്പിച്ചിട്ടാണ് കേട്ടോ പുള്ളി വരുന്നത്. എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ കടയിലേക്ക് പോകണം. ഇവിടെ നിന്ന് അടുത്താണല്ലോ, നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളൂ. അങ്ങനെ നേരെ ഞാൻ വൈകിട്ടായപ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. 8 മണിക്ക് വരുന്നതാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ മെസ്സേജ് അയച്ചു 8:17 ആകുമ്പോൾ അവിടെ എത്തുന്നു. അപ്പം എന്തായാലും ടൈം മാറ്റം ഉണ്ടാവില്ല. ജപ്പാൻകാർ കറക്റ്റ് സമയത്തിന് വരുള്ളൂ, പറഞ്ഞ സമയത്തിന് വരും. അതുകൊണ്ട് ലേറ്റ് ആകാൻ പാടില്ലല്ലോ. കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവരുത്, ഞാൻ ലേറ്റ് ആവരുത്, കറക്റ്റ് സമയത്തിന് പോകണമല്ലോ എന്നോർത്ത് ഞാൻ അരമണിക്കൂർ മുന്നേ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ കുറേ നേരം നിന്നു. അപ്പോൾ എനിക്ക് നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 7-ലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരുന്നു. കറക്റ്റ് 8:17 ആയപ്പോഴത്തേക്ക് ഒരു ട്രെയിൻ വന്നു. അതിൽ നിന്ന് കുറച്ച് കൂട്ടമായിട്ട് ആൾക്കാർ വന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഒന്നും നമ്മുടെ ഫ്രണ്ടിനെ കാണാനില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇനി അടുത്ത ട്രെയിൻ ആയിരിക്കുമോ വരുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഞാനങ്ങനെ വിചാരിച്ച് നിന്നത് 8:18 ആവണേക്ക് മുമ്പ് ആൾ താഴെ എത്തി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ATMിലേക്കാണ് കേട്ടോ പോകുന്നത്. കാണുമ്പോൾ തന്നെ ഷെയ്ക്ക് ഹാൻഡ്, ഒരു ഹഗ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ എത്രയോ വർഷമായിട്ടുള്ള പരിചയമാണ്. ആ ഒരു സ്നേഹം ഇന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി മാർട്ടിലേക്കാണ് പോയത്. അവിടെ നിന്ന് കുറച്ച് പൈസ എടുക്കണം എന്ന് പറഞ്ഞു ATMിൽ നിന്ന്. ഇത്തവണ ഞാൻ ചിലവ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ റോബിൻ ചേട്ടൻ്റെ കടയിലെത്തി. അപ്പോൾ ആദ്യം തന്നെ കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ ഇവിടുത്തെ ആളാണല്ലോ, അങ്ങനെ ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് അല്ലല്ലോ, ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചെന്നു, ഞാൻ വെള്ളമൊക്കെ കൊണ്ടേ കൊടുത്തു. അപ്പോൾ എന്തായാലും മെനു ഒക്കെ നോക്കുന്നുണ്ട്. ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് എന്തൊക്കെ കഴിക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലാൻ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും മെനു ഒക്കെ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മെനു ഒക്കെ നോക്കുകയാണ്. പിന്നെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. റോബിൻ ചേട്ടൻ എവിടെയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആളിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾക്ക് അടുത്ത തവണ കഴിക്കാനുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത ഹോട്ടലിൽ പോയി അതെല്ലാം കാണിച്ചു ഇങ്ങനെ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഓർഡർ ചെയ്ത് പൊറോട്ടയും മട്ടനുമാണ്. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ആദ്യം ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് ചിക്കൻ ബിരിയാണി മേടിക്കുകയാണെങ്കിൽ ആളിനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അടുത്ത തവണ കഴിക്കാനുള്ള ജാപ്പനീസ് ഫുഡാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഫുഡൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നു. അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ പണ്ട് എൻസൈക്ലോപീഡിയ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. മൂവിയുടെ കാര്യത്തിലാണെങ്കിലും തമിഴ്, തെലുങ്ക്, മലയാളം, നേപ്പാളി, ശ്രീലങ്ക അങ്ങനെ എല്ലാം കാണും. മലയാള സിനിമയൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. പൈപ്പും ചോട്ടിലെ പ്രണയം. അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ധാരണയും അഭിപ്രായമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഇത്. ഞാൻ പരിചയപ്പെട്ട ജപ്പാൻകാരിൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളതും അതുപോലെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ് ഈ ജാപ്പനീസ് ഫ്രണ്ട്. പിന്നെ നമ്മുടെ ജാപ്പനീസ് മുത്തശ്ശനും ഉണ്ട്, അത് വേറെ ലെവൽ. അപ്പോൾ എന്തായാലും നമ്മുടെ മട്ടൻ വന്നിട്ടുണ്ട്. ആൾ അവിടെ നിന്ന് തീരുമാനിച്ചാൽ വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പൊറോട്ടയും മട്ടനും കഴിക്കണമെന്ന്. അങ്ങനെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി, ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചോദിച്ചു സ്പൈസി ആണോ എന്ന്. ജപ്പാൻകാർക്ക് സ്പൈസി പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരെണ്ണം കഴിച്ചു നോക്കി, അടുത്ത പീസും കഴിച്ചു, ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടാണ് അങ്ങനെ തലയാട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പൊറോട്ട ഇങ്ങനെ നുള്ളി എടുത്തിട്ട് ഒരു പീസ് അതിൻ്റെ അകത്ത് വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ മലയാളികൾ കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഒരു പൊറോട്ട നുള്ളി അങ്ങ് എടുത്തു, അങ്ങനെ കഴിച്ചു നോക്കി കേട്ടോ. ജപ്പാൻകാർ പൊതുവേ കൈ കൊണ്ട് കഴിക്കാറില്ലല്ലോ, അതവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളാണെങ്കിലും കമ്പനികളിലൊക്കെ കൈ കൊണ്ട് കഴിക്കണ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക വേറൊരു മൈൻഡാണ്. പക്ഷേ നമ്മുടെ ഈ ഫ്രണ്ടിന് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഏത് കൾച്ചറിലുള്ള ഫുഡ് എങ്ങനെയാണ് കഴിക്കേണ്ടത് അതുപോലെ പുള്ളി കഴിക്കും. വളരെ വൃത്തിയായിട്ടാണ് കഴിക്കുന്നതും. ഞാൻ പണ്ടൊരു വീഡിയോ ഷെയർ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര വൃത്തിയായിട്ടാണ് പുള്ളി പാത്രമൊക്കെ നല്ല നീറ്റാക്കി എല്ലാം കഴിച്ച് തീർക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കഴിച്ചു തുടങ്ങി. പുള്ളിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് തമിഴ്നാട് ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ഏതൊക്കെ ഫുഡ് അതിന് കഴിക്കാൻ താല്പര്യമെന്ന്. അപ്പോൾ 1-2 ഫുഡുകളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞു. ഇവരധികം ഫുഡൊന്നും കഴിക്കില്ലല്ലോ, കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറൊക്കെ നിറയും. അപ്പോൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം ബിരിയാണി ഇതും കൂടി കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചായിട്ടും എടുക്കുന്നുള്ളൂ. ഞാൻ എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ വിളമ്പാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചുമില്ല. മതി എന്ന് പറഞ്ഞ് അത് സമ്മതിപ്പിച്ചേ ഇല്ല. ഇതിനു മുമ്പ് ഞങ്ങളൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം നാട്ടിലേക്ക് വരാനിരിക്കുന്ന സമയത്ത് അന്ന് ലഗേജൊക്കെ ആയിട്ട് ഉന്തി തള്ളിപ്പോയി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇതെങ്ങനെയുണ്ട്, നല്ലതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒയിഷി എന്നൊക്കെ പറയുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. അപ്പം ബിരിയാണിയൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു രീതി കണ്ടോ. ഇവരങ്ങനെ കൈ കൊണ്ട് കുഴച്ച് കഴിക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ എന്നാലും ആൾ ഒരു മടിയും കൂടാതെ ഇത് ഫേസിനൊന്നും ഒരു വ്യത്യാസമില്ലാതെ നല്ല ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ആളിത് കഴിക്കുന്ന കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാനും കഴിക്കുകയാണ്. ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഫ്രണ്ട് പറഞ്ഞായിരുന്നു ചിക്കൻ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ പൊറോട്ട ഓരോന്ന് നുള്ളി എടുത്ത്
മട്ടനും ചേർത്തും കഴിക്കുകയാണ്. ഇടയ്ക്ക് ക്യാമറയിലേക്കൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ നല്ല ക്ഷമയോടുകൂടി തന്നെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു പോയിൻ്റ് എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അയ്യടാന്നായി പോയിട്ടോ. കാരണം ആൾ കൈയൊക്കെ നക്കുന്നുണ്ട്. കാരണം നമ്മളങ്ങനെയല്ല കഴിക്കുന്നത്. ഇവിടെ ചോപ്സ്റ്റിക്ക് പോലും നക്കാൻ പാടില്ല കേട്ടോ. അതൊരു മാനേഴ്സ് ഇല്ലാത്ത പരിപാടിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കൈയൊക്കെ നക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കരമാണല്ലോ. അതുപോലെ തന്നെ ബീർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ബീർ അപ്പം ഇന്ത്യൻ ബിയറാണ്, കിങ്ഫിഷറാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടി, അതും കുടിക്കുകയാണ്. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് വീഡിയോസ് എടുക്കാനും പറ്റി. ഒന്ന് ചിലവ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പോയപ്പം ആളാണ് എനിക്ക് ചിലവ് ചെയ്തത്. അങ്ങനെ ബീറൊക്കെ കുടിക്കാനുള്ള പരിപാടിയായിരുന്നു. ബീറും മട്ടനും നല്ല കോമ്പിനേഷനാണെന്ന് ഞാൻ പറയായിരുന്നു. ബീഫും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. മട്ടനുമായിട്ട് അങ്ങനെ എന്നാൽ മട്ടനും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കുടിച്ച് നോക്കി, സൂപ്പറാന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ബിയറൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര നോർമലാണ് കേട്ടോ. നമ്മൾ കൺവീനിയൻസ് സ്റ്റോറിലൊക്കെ ആണെങ്കിലും ഒരുപാട് ബിയർ ഇരിക്കുന്നുണ്ടായിരിക്കും, ഇത്ര പെർസെൻറ്റേജ് ആൽക്കഹോളുള്ളത്. അപ്പോൾ നമുക്കത് കഴിക്കാം, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി പോവാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പബ്ലിക് പ്ലേസിലൊക്കെ ഇരുന്ന് കഴിക്കാം എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ ഒരു ബിയറൊക്കെ കഴിച്ചു. പിന്നെ എന്നോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് മട്ടൻ്റെ സ്പൈസി ആണോ എന്ന് അങ്ങനെ അറിയത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സ്പൈസി ഒന്നും അല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഞങ്ങളുടെ കേരളത്തിൽ ഈ പരിപാടിയൊന്നും നടക്കില്ല, ഞങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണം. ഇവിടെ ജപ്പാനിലായതുകൊണ്ടാണ്, ജപ്പാൻകാരെ അധികം എരിവ് കഴിക്കില്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു സമയം കൊണ്ട് ഞാൻ എന്തായാലും ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സാലഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പം ചെറുതായിട്ട് സ്പീഡ് കൂടുതലുണ്ട്, പെട്ടെന്ന് കഴിച്ച് തീർക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫിനിഷ് ചെയ്തു. പിന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു സമയത്തുണ്ടല്ലോ, അവന് 2018 കാണുന്നത്. 2021 ഞാൻ ഒരുപാട് വിഷമത്തിലിരുന്ന സമയത്ത് എന്നെ ഒരുപാട് ദൂരെ ഒരു 4 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്ത് അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ജില്ലകൾ താണ്ടി ഒരു യാത്രയായിരുന്നു കേട്ടോ. അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു അന്ന് പോയത്. അന്ന് ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. എനിക്ക് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങനെ ഒരു യാത്ര ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ ഓർത്തെടുത്തു. അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ നഷ്ടപ്പെട്ട ഒറ്റയ്ക്ക് റൂമിൽ ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്ന എന്നെ കൊണ്ടാണെന്ന് ട്രാവലൊക്കെ ചെയ്തത്. എന്തോ ഭയങ്കര മനുഷ്യത്വമുള്ളൊരു മനുഷ്യനാണിത്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയാണ്. യൂട്യൂബിൽ നിന്നാണെങ്കിലും നേരിട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ല മനുഷ്യത്വമുള്ള മനുഷ്യന്മാർ എൻ്റെ അടുത്തേക്ക് വരും. ഭയങ്കര സ്നേഹമാവും. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും ഞാൻ പൊറോട്ട നിങ്ങളുടെ ചോപ്സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ചുമ്മാ ചോദിച്ചതാണ്. അപ്പോൾ അയ്യോ പാവ ആൾ അപ്പം തന്നെ കൈയൊക്കെ തുടയ്ക്കുവാണ്. ഞാൻ വിചാരിച്ചില്ല, ഞാൻ ചുമ്മാ ചോദിച്ചു നോക്കിയതാണ്. അപ്പോൾ പറഞ്ഞു ട്രൈ ചെയ്യാം, എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപ്പം പോലെ ഇങ്ങനെ ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതല്ല, അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും ഞാൻ ചോപ്സ്റ്റിക്ക് ഒരെണ്ണം കൊടുക്കുകയാണ്. അപ്പം എനിക്കറിയില്ലായിരുന്നു കേട്ടോ, പൊറോട്ട ഇങ്ങനെ നമ്മൾ അങ്ങനെ അടിച്ച് ഇതൊക്കെ സെറ്റാക്കി എടുക്കണമല്ലോ, അത് ചോപ്സ്റ്റിക്ക് വെച്ച് എങ്ങനെയാണ്. അല്ലാതെ തന്നെ ഒരു വലിയ കഷ്ണം ചിക്കൻ എടുക്കാൻ തന്നെ ഞാനൊക്കെ ഇങ്ങനെ കിടന്ന് പെടാപ്പാട് വിടുവാണ്. അപ്പോൾ പൊറോട്ട ഇതുപോലെ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല കിടിലനായിട്ട് നല്ല ഭംഗിയായിട്ട് അത് മുറിച്ചെടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ കൈ അഡ്ജസ്റ്റ് ചെയ്ത്, അത് അയ്യോ ഭയങ്കര അത്രയും പ്രാക്ടീസുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. എന്നിട്ട് അതെടുത്ത് ഒരു പീസിൽ വെച്ചു, കറക്റ്റായിട്ട് കഴിച്ചു. എനിക്ക് അത്ഭുതം തോന്നിയിട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കൈ അടിച്ചു പോയി. ആ തരം കിട്ടിയ സമയം കൊണ്ട് ചോപ്സ്റ്റിക്ക് നിലത്ത് വെച്ചിട്ട് അത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. കാരണം കൈ കൊണ്ട് കഴിക്കുന്ന ആ കംഫർട്ടല്ലേ, അത് നോക്ക്. അപ്പോൾ അങ്ങനെ എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. 2 പൊറോട്ടയായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് എനിക്കൊരു വ്ളോഗിനേക്കാളും ഉപരി ഞങ്ങളുടെ ഒരു റീയൂണിയൻ. ശരിക്കും കഴിഞ്ഞ തവണ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഇതുപോലൊന്നും അധികം സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് സംസാരിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് വീഡിയോ എടുത്ത് അങ്ങനെ ശരിക്കും റീയൂണിയൻ ആയിരുന്നു. ഇത്തിരി പോലും കറിയോ ഗ്രേവിയുടെ ഒരു ചെറിയൊരു ചാറ് പോലും വേസ്റ്റ് ചെയ്യാതെ എല്ലാം തൂത്ത് തുടച്ച് വളരെ വൃത്തിയായിട്ടാണ് കേട്ടോ കഴിക്കണേ. ഇച്ചിരി പോലും നിലത്തൊന്നും പോയിട്ടൊന്നുമില്ല. ഭയങ്കര വൃത്തിയായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞത് കണ്ട് പഠിക്കുമായിരുന്നു. പിന്നെ കുറച്ച് സാലഡൊക്കെ ബാക്കിയുണ്ടായിരുന്നു, അത് കഴിക്കുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞു. എല്ലാം ഭയങ്കര വൃത്തിയായിട്ടാണ് കേട്ടോ കഴിക്കണേ. അതിൽ ഒരു ഇതുമില്ല, ഒന്നും വേസ്റ്റ് ചെയ്യില്ല കേട്ടോ. അതുപോലെ പൈസയുടെ കാര്യമൊക്കെ ആണെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ആണെങ്കിലും ഏറ്റവും ചീപ്പായിട്ടുള്ള രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. എന്നോട് പറയും, ഇന്ന ട്രെയിൻ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീപ്പാണ്. അതുപോലെ JRL ഇപ്പോൾ ഓഫറുണ്ട്, ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ഇന്ന സ്ഥലത്ത് 24 മണിക്കൂർ യാത്ര, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ അന്നേ മുതൽ എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു കേട്ടോ, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. അതുപോലെ ഇത്തവണ ലാംഗ്വേജ് പഠിക്കുക, എക്സാം എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര വൃത്തിയായിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സംസാരിക്കും, ഇങ്ങനെ കഴിക്കും, അങ്ങനെ ഒരു ഇതായിരുന്നു. ഭയങ്കര വൃത്തിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടിഷ്യൂം കൂടി കൊടുത്തു. കാരണം ചോപ്സ്റ്റിക്ക് കൊണ്ട് കഴിക്കാൻ നേരത്ത് കൈ തുടച്ച് ടിഷ്യൂ ഇത് പോയായിരുന്നല്ലോ.
അപ്പോൾ അങ്ങനെ പിന്നെ സാലഡൊക്കെ കഴിക്കണം. സാലഡ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കേട്ടോ. നമ്മുടെ സ്റ്റൈലല്ലായിരുന്നോ, ചിക്കൻ ബിരിയാണിയുടെ കൂടെ കിട്ടിയതാണ്. അപ്പം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തലയാട്ടിയതാണത്. അങ്ങനെ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ കഴിച്ച് തീർന്നു. ഇനി സാലഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു ഞങ്ങൾ വന്നത് 8:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അത്യാവശ്യം ജപ്പാൻകാരിങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ വന്നിരുന്ന് അങ്ങ് ഒത്തിരി നേരം ഇരുന്ന് ഫുഡ് കഴിക്കും, കുടിക്കും, അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പൊതുവെ ജപ്പാൻകാരൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് കാലത്തെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. പിന്നെ ഈ കൈ കൊണ്ട് കാണിച്ചത് കഥകളിയാണ് കേട്ടോ. അവിടെ ഒരു കഥകളിയുടെ ഫോട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കലാരൂപമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. അത് മത്സരി, അതായത് ഉത്സവ സമയത്തൊക്കെ അത് നടക്കാറുണ്ട് അമ്പലത്തിൽ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ എന്നോടാണേലും ഇങ്ങോട്ട് ജപ്പാൻകാരുടെ കുറേ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരാറുണ്ട്. അപ്പം ഞാനും മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ നമ്മുടെ കേരളത്തിലെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് തീർത്തു. ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു നന്ദിയും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേയും കഴിച്ച് കഴിഞ്ഞിട്ടും 2 വാചകങ്ങൾ പറയും കേട്ടോ. ഇത്തദാക്കിമസും അതുപോലെ ഗോച്ചിയോ സമാദേശത്താന്നും പറയും. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കുക, അത് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ബിയറിൻ്റെ ഒരു റിവ്യൂ ചോദിക്കണമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കിങ്ഫിഷർ എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. കിങ്ഫിഷർ ആ ഒരു പൊന്മാനില്ല, അത് ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പം അതൊക്കെ ചോദിക്കുന്നതാണ് ഈ രംഗങ്ങൾ. അപ്പം ഇവിടെ അധികം കണ്ടിട്ടില്ല എന്ന് തോന്നണം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, വെള്ളത്തിൽ പോയിട്ട് മീൻ ഇങ്ങനെ കുത്തിച്ചാടി മീൻ പിടിക്കുന്ന ആ ഒരു സാധനം എന്നൊക്കെ. അപ്പോൾ ഇവിടെ അധികം ഞാനും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ ഒരു രീതിയിലും ജഡ്ജ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്, എനിക്കെല്ലാം പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച ടേബിളാണിത്. ആൾ കൈ കഴുകാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നു. അതുപോലെ ഫിഷ് കറിയൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ തവണ എവിടെ നിന്നോ ഒരു ഫിഷ് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോറിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ഷിനോക്കുബോ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഫിഷ് ബിരിയാണി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത മെനു ഞങ്ങൾ നോക്കാൻ പോകട്ടെ. ഇനി വരുമ്പോൾ എന്താണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഊത്തപ്പം ഉണ്ടായിരുന്നു. ഊത്തപ്പത്തിൻ്റെ പടം കാണിച്ചു തന്നു. ഊത്തപ്പം കഴിക്കുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ദോശ, അപ്പോൾ പിന്നെ ഫിഷ് കറിയുടെ കൂടെ ഞാൻ പറഞ്ഞു അപ്പം ഒക്കെ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം ഉണ്ടോയെന്ന് തപ്പിയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല കേട്ടോ. ഇനി ഈ മെനുവിലാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അടുത്ത മെനു സെറ്റാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് പിരിയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ജാപ്പനീസ് ഫുഡ് നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബില്ല് കൊടുക്കാൻ നേരത്ത് ഞാൻ കൊടുക്കാൻ എന്ത് ചെയ്താൽ സമ്മതിച്ചില്ല കേട്ടോ. പറ്റില്ല. അതുപോലെ ഞാനിപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ അറിയാം. അതുകൊണ്ട് പുള്ളി പറഞ്ഞു നമുക്ക് ഇത്തവണ കൊടുത്തോളാം എന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ ആളായിരുന്നു കേട്ടോ കൊടുത്തത്. ഓരോ തവണ ഞങ്ങൾ മാറി അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ സമ്മതിച്ചില്ല. പിന്നെ ട്രെയിനിൻ്റെ ടൈമൊക്കെ നോക്കുകയാണ് കേട്ടോ. ഷിഞ്ചുക്കൂനൊക്കെ പോകാൻ സബ്വേ ലൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചീപ്പായിട്ട് പോകാമെന്നൊക്കെയാണ് ആൾ പറയുന്നത് കേട്ടോ. ആളങ്ങനെ കണ്ടുപിടിച്ചു. അതിൽ നമുക്ക് 20 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേഷനിൽ നിന്ന് പോകുമ്പം 200 ജാപ്പനീസ് സംതിങ് ഒക്കെ ആവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കണ്ടുപിടുത്തമാണ്. ഒന്നും വേസ്റ്റ് ചെയ്യത്തില്ല, ക്യാഷ് സേവ് ചെയ്യും, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒരു ഇതാണ്. എപ്പോഴും നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരാളാണ്. അങ്ങനെ പിന്നെ അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ സംസാരിച്ചു, അവരെവിടുന്ന കാര്യങ്ങൾ, അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെട്ടു. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു രീതിയിലുള്ള ഒരു ഈഗോയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര കമ്പനിയാണ് ആൾ. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം, അതുപോലെ മാൻഹോളൊക്കെ ഇല്ല, അത് വെള്ളമൊക്കെ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഞാൻ വീഡിയോ അയച്ചു കൊടുത്തായിരുന്നു കേട്ടോ, ഇവിടെ വെള്ളം കയറിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഫ്ലഡ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എമർജൻസി നമ്പറും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നേരെ ആൾ ബായിയൊക്കെ തന്നിട്ട് പോവുകയാണ്. അങ്ങനെ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇതുപോലെ എൻ്റെ കൂടെ തന്നെ ചേർത്ത് നിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചെറിയ വിഷമങ്ങൾക്ക് ഇടയ്ക്ക് ഇതുപോലൊരു വലിയ സന്തോഷം ഇന്ന് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.